എല്ലാവർക്കും ഒരു ഭാരമായി മാറിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പരാജയം മാത്രമാണ് ഇതിന് കാരണം. ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. നീറ്റ് പുനർപരീക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് റിയ കുമാരി താപ്പ എന്ന 23-കാരി തൻ്റെ ആത്മഹത്യയെക്കുറിപ്പിൽ കുറിച്ച അവസാന വരികളാണിത്. കേവലം 46 ദിവസത്തിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 11 വിദ്യാർത്ഥി മരണങ്ങളിലൊന്നായി റിയയുടെ വേർപാടും മാറി. തമിഴ്നാട്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി ജീവൻ വെടിഞ്ഞ ഈ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും 20ഉം 22ഉം വയസ്സിനിടയിൽ പ്രായമുള്ളവരായിരുന്നു. ഇതിൽ തന്നെ ലക്നൌവിൽ നിന്നുള്ള 17-കാരിയുടെയും ഖാസിബാദിൽ നിന്നുള്ള 22 വയസ്സുകാരൻ്റെയും മരണങ്ങൾ നമ്മുടെ കരളലിയിപ്പിക്കുന്നതാണ്. അവസാന നിമിഷം അവർ കുറിച്ചിട്ട ഈ വാക്കുകൾ ഒരു കഷ്ണം കടലാസിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് ഒരു വലിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ്. ഞാൻ ഒരു ഭാരമാണോ എന്ന അവരുടെ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന അധികാരികളും സിസ്റ്റത്തിനും ഇനിയും കണ്ണടച്ചിരിക്കാൻ സാധിക്കുമോ? നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ അനിശ്ചിതത്വവും ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാക്കിയ ആഘാതങ്ങളും നമ്മുടെ രാജ്യത്തെ 10,000-കണക്കിന് വിദ്യാർത്ഥികളെയാണ് തകർത്തു കളഞ്ഞത്. പരീക്ഷ റദ്ദാക്കപ്പെട്ടപ്പോൾ അത് വെറും ഒരു സാങ്കേതിക നടപടിയായിരുന്നില്ല, മറിച്ച് വർഷങ്ങളോളം അധ്വാനിച്ച് കൗമാരവും യുവത്വവും മാറ്റിവെച്ച് പരീക്ഷാ ഹാളിലെത്തിയ വിദ്യാർത്ഥികളെ സ്വപ്നത്തിനുമേൽ വീണ ഇരുട്ടടിയായിരുന്നു. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളോളം തയ്യാറെടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അനിശ്ചിതത്വം, കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയുടെ ഭാരം ചുമന്നാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഒരു തവണ പരീക്ഷ എഴുതി അതിലെ എല്ലാ പരിമുറക്കങ്ങളിലൂടെയും കടന്നുപോയവർ വീണ്ടും അതേ പരീക്ഷയ്ക്ക് വിധേയരാകുമ്പോൾ അവരുടെ മാനസിക നില ഏതവസ്ഥയിലായിരിക്കും? പരാജയഭീതിയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും തങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയായി മാറുമോ എന്ന കുറ്റബോധവും പേറിയാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷാ ഹാളിലെത്തുന്നത്. മുന്നിൽ വഴികളില്ലെന്ന് തോന്നുമ്പോൾ അവർ ജീവിതം അവസാനിപ്പിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ഒത്തുകളിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ച CJP പോലുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മകളുടെ പ്രധാന ലക്ഷ്യവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയായിരുന്നു. വിദ്യാർത്ഥി സമൂഹത്തോട് കാട്ടിയ ഈ വലിയ ചതിക്ക് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം ഒഴിഞ്ഞേ തീരൂ എന്നായിരുന്നു യുവതലമുറയുടെ ശബ്ദമായ CJPയുടെ ആവശ്യം. ഈ ഒരു പ്രശ്നത്തിന് അധികൃതർ കണ്ടെത്തിയ പ്രതിവിധി ടെലഗ്രാം പോലുള്ള ആപ്പുകൾ നിരോധിക്കുക എന്ന താൽക്കാലികമായ തന്ത്രം മാത്രമായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച എന്ന വലിയ തിന്മയുടെ മൂലകാരണത്തെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിനു പകരം മുഖം രക്ഷിക്കാൻ വേണ്ടി ഇത്തരം നടപടികൾ എടുക്കുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? സിസ്റ്റത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ ബാധ്യസ്ഥരായവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഓരോ മരണവും കേവലം കണക്കുകളല്ല. ആ 23 വയസ്സുകാരി റിയ കുമാരി താപ്പയെ പോലെയും ലക്നൌവിലെ ആ 17-കാരിയെ പോലെയും ഖാസിയാബാദിലെ 22-കാരനെ പോലെയും ഒട്ടേറെ സ്വപ്നങ്ങൾ ഇവിടെ എരിഞ്ഞടങ്ങിയത്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരും ആ സഹപാഠികളുടെ നിശബ്ദതയും ആരും കാണാതെ പോകരുത്. ഒരു പരീക്ഷയേക്കാൾ വലുതാണ് ഒരു ജീവൻ എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയൊരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുത്. വെറും ആപ്പുകൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒന്നല്ല വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ. സിസ്റ്റത്തിൽ അടിമുടി മാറ്റം വേണം. വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിന്റെ യന്ത്രങ്ങളാക്കാതെ അവരുടെ കഴിവുകളെ പരിഗണിക്കുകയും മാനസികാരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇനി ഒരു കുട്ടി കൂടി നിരാശയുടെ ഈ വഴി തിരഞ്ഞെടുക്കാതിരിക്കട്ടെ.